സാത്താൻ സേവ ഇവളുമാരൊക്കെ ഒത്തിരി കൂടോത്രമായിട്ടൊക്കെ നടക്കുന്നവരുമാരെ ഇങ്ങനെയുള്ളവന്മാരില്ല. നമ്മൾ അതിന്റെ കൂട്ടത്തിലുള്ള അവരുടെ പേര് ജോളിമോള്. അവർക്ക് സപ്പോർട്ടില്ല, 7 പേരെ കൊല്ലാതെ പോകും. അവർക്ക് ഇതിന് സപ്പോർട്ട് ഉണ്ട്. 7 പേരെ കൊല്ലണമെങ്കിലേ അവർക്ക് സപ്പോർട്ട് ഉണ്ട്. വലിയ അവളെ NIIT-യിലും എല്ലാം കയറി ടാഗൊക്കെ ഇട്ട് വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞ് ചില കല്ലികളൊക്കെ പ്രൊഫസറാകാന്നൊക്കെ പറഞ്ഞ് പോയി. ചുമ്മാതാ, ഒരു കുന്തവും കാണത്തില്ല. നിങ്ങൾ നടക്കുക പ്രൊഫസറാ മറ്റേതാ മറിച്ചേതാ അങ്ങനെ ഇങ്ങനെ കുന്തവാ കുറച്ചൊക്കെ ഞാനങ്ങ് മാടയാ കോടയാണ്. ഒരു മാടയല്ല കോടയാണ്. ഇവന്മാർക്ക് ഇങ്ങനെ കുറെ എടുത്ത് പോയി ഇങ്ങനെ കയറിയിരിക്കാവുന്ന കല്ലികളാണ് ഇവന്മാരുടെ കൂടെ ഉള്ളവരെയൊക്കെ ഇങ്ങനെ കൊന്നുവന്ന് ഇങ്ങനെ ഇവന്മാരുടെ കൂടെ ഉള്ളവരുടെ ചെറി നോക്കിയാൽ മതി. ഇവളുമാരുടെ കൂടെ ഉള്ളവരെ ഇവർ കൊല്ലും. ഭർത്താവിനെ അങ്ങനെയുള്ളവരെയും ഭർത്താവിന്റെ അമ്മായിയപ്പനെ അമ്മായിയമ്മ എന്നുള്ളവരെയൊക്കെ ഇങ്ങനെ കൊന്നുവന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആരുണ്ടോ അവളുമാരെ ശ്രദ്ധിച്ചോണം. അങ്ങനെയുള്ളവളുമാരെ ഇവന്മാര് വലിയ നല്ല പുള്ളകളായിട്ടാണ് ചമയുന്നത്. അതുപോലെ അവിടെ അയ്യോ ജോളിമോടെ കാര്യം ഇവർ വലിയ കൊലപാതകിയെന്ന് പറഞ്ഞപ്പോഴത്തേന് എല്ലാവരും അയ്യോ ജോളിച്ചേച്ചിയോ ജോളിച്ചേച്ചി 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 കൊലപാതകിയോ എല്ലാവർക്കും അത്ഭുതമായിട്ട് അത്ര അങ്ങനെ ക്ലീൻ പുറമെ അകമേ നമുക്ക് പണ്ട് ആൾക്കാർ പറഞ്ഞ പോലെ ചക്കയല്ലല്ലോ ചുഴഞ്ഞു നോക്കാനേ. കല്ലികളുടെ ഒക്കെ അകം കാണണമെങ്കിൽ ഈശ്വരനെ അറിയത്തുള്ളൂ. ഈശ്വരന് മാത്രമേ കാണാൻ പറ്റൂ ഈ മുതുകല്ലികളുടെ അകം. കല്ലികളാണ് അതാ കല്ലികളും കള്ളമാരിയും പെണ്ണുങ്ങൾ വലിയ വള്ളികളാണ്. അത് മഹാബെമ്മാരികളാണ് പെണ്ണുങ്ങൾ. എന്നായിട്ട് ജനിച്ച് ഇത്രയും കള്ളത്തരം കാണിക്കാൻ നാണന്മാരില്ല. എന്നായിട്ട് ജനിച്ചവന്മാർ ഇത്രയും കള്ളത്തരം കാണിക്കാൻ അമ്മയും മോളും വെടികാരിയാണ്. എന്നെ കിടപ്പുണ്ട് ഇട്ടിട്ടുണ്ട്. അമ്മയും മോളും വെല്ലുവിന് നമ്മുടെ വീടിന്റെ മുന്നിലെ ഗേറ്റിന്റെ മുന്നിൽ വന്നിട്ടുള്ളവന്മാരിട്ട് വെക്കുന്നത്. എന്താ വയസ്സിനാണ് ഞങ്ങൾക്ക് വെടികാരികളാവുന്ന കാര്യം ഉണ്ടായി. ഞങ്ങൾക്ക് സ്വന്തമാർ എന്തുള്ളവരായിരുന്നു. നല്ല കഷ്ടമുള്ളവരാ. ഭർത്താക്കന്മാർ പറയുന്നപോലെ കേൾക്കുന്നവരാണ്. ഞങ്ങൾ നല്ല വീഴിക്കാൻ പോകുന്നതായിരുന്നു. ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങളെയും വെളിയിലേക്ക് ഉണ്ടാക്കിയായിരുന്നു. ഞങ്ങൾ ആരെയും വീഴിക്കാൻ പോയിട്ടില്ല, ഇന്നുവരെ പോയിട്ടില്ല. എന്റെ മക്കളും ഞാൻ വെളിയിലേക്ക് ഉണ്ടാക്കാൻ നോക്കിയാൽ മതി. ശരി നോക്കിയാൽ മതി കൊച്ചിന്റെ ശരി. ബാക്കിയൊക്കെ ചിലർ പറയും എന്നെ പോലെ തന്നെയാണ് എന്റെ ഇവിടെ ഇതുപോലെ ചെയ്യാൻ പറ്റും. ശരി കണ്ടാൽ അവരുടെ വീട്ടിലെ ശരി, എന്റെ ശരിയല്ല. അവരുടെ അങ്ങനത്തുള്ളവരുടെ ശരിയാണ്. അവിടെ അവന്റെ നല്ലയുടെ ശരിയാണ്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് എന്റെ അല്ല, എന്റെ ഓപ്പോസിറ്റീവ് അവന്റെ ബി പോസിറ്റീവ് അവന്റെ ആ ബ്ലഡ് ഗ്രൂപ്പ്. ഒറ്റ നോട്ടത്തിലേ നോക്കിയാൽ അറിയാം. കണ്ടവനെയൊന്നും പിടിച്ച് മക്കളെ അങ്ങനെ ഉണ്ടാക്കിയില്ല ഇതുവരെ. മക്കളെയൊന്നും കണ്ടവനെയൊന്നും പിടിച്ചുണ്ടാക്കിയില്ല മക്കളെയൊന്നും. അവൻ പോയി. പിന്നെ അവൻ പോയതുകൊണ്ട് വേറെ ആള് അതുപോലെ ഇതിനായിട്ടുള്ള അവന്റെ അജണ്ടകളൊക്കെ നടത്താൻ വേണ്ടി എന്റെ കൊച്ചിന് 2.5 വയസ്സുള്ളപ്പോൾ മുതലാണെങ്കിൽ പെട്രോളിയെ നടത്തുമായിരുന്നു. ആണോ അല്ലയോമേ? 2.5 വയസ്സുള്ളപ്പോൾ മുതലേ തുമ്പോളാ ഇതിനെല്ലാം ആയിട്ടല്ല. അവിടെ രാജമ്മയുടെ അടുത്ത ആയിട്ടല്ല. കുറെ കഥകളെല്ലാം അവിടെ അടുത്തല്ല നാട്ടുകാർ രാജമ്മയുടെ. ഇവന് അവിടെ വന്ന ആദ്യത്തെ മുതല് പിന്നെ സിനിന്ന് പറയുന്നവിടെ കല്യാണം കഴിഞ്ഞ് അവിടോട്ട് പോയ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഇവൻ യൂറോമും വരത്തൊന്നും ഇവൻ കുറെ നാളുകൊണ്ട് ഇങ്ങനെ നടക്കുമല്ലോ. പോവാ വരിക ഇവ നിൽക്കലൊന്നും അല്ലായിരുന്നു. ഇവൻ എന്ന് മുതലേ കല്യാണം കഴിച്ചെന്ന് മുതലേ 10ാമത്തെ ദിവസം മുതലേ നമ്മളെ കല്ലാൻ തുടങ്ങിയത്. ഇതിന്റെ 66 പവൻ അടുത്തെത്തിയിരിക്കുന്നത്. ഇതിന് വേറെ കുറെ ഇല്ലെന്ന്. അവന് 3 പിള്ളേരൊക്കെ ഉണ്ടാവുമെന്ന് അവൻ പറഞ്ഞു. 3 പിള്ളേർ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു. അതാ ഇവൻ പറഞ്ഞു 3 പിള്ളേർ. അവന് ഒത്തിരി സ്വപ്നങ്ങളൊക്കെ കണ്ടു. 3 പിള്ളേർ പക്ഷെ ഉണ്ടായില്ല. അതുപോലെ നിനക്ക് 3 ഉണ്ടായോടാ. നീ സ്വപ്നം കണ്ടവരല്ല നടന്നോടാ. മാളവികാരി ന്യൂമറോളജി പ്രകാരം മാളവികാരി തന്നെ ഇടാവും. എന്താണ് ഇപ്പൊ മാളവികാരി 2 ആയത്? ന്യൂമറോളജി മാറിയോടാ? ന്യൂമറോളജി മാറത്തില്ല. ജനിച്ച സമയത്ത് നിൽക്കുന്ന സാധനങ്ങൾ മാറത്തില്ല. നിന്റെ എന്താ ന്യൂമറോളജി മാറിയത്? ഇവന്റെ ന്യൂമറോളജി എന്താ മാറിയത്? മാളവികാരി എന്താടാ നിന്റെ ജാലത്തിക്ക് മാളവികാരി 2 ഇട്ടാൽ ഒക്കത്തില്ലായിരുന്നോടാ? നിന്റെ ജാലത്തി പറഞ്ഞോ നിന്റെ ദീപാരിപ്പടിക്കാൻ കൊച്ചിന് മാളവിക വിജയൊന്നും ഇടാൻ ഒക്കത്തില്ല. എന്റെ കൊച്ചിനെ മാളവിക അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ അവിടെ കൊച്ചിനെ ഇരിക്കുന്ന ആൾക്കാരെ ഇടാൻ ഒക്കത്തുള്ളൂ വിചാരിച്ചോ? നിങ്ങളോട് പറഞ്ഞോ? അതൊന്നും പറഞ്ഞാൽ എന്റെ കൊച്ചിന് മാളവിക വിജയൊന്നും ഇട്ടത്. എന്റെ ഇരിപ്പുണ്ട് 2 ആധാർ കാർഡ്, മാളവിക ഡിയും മാളവിക വിജുവും എല്ലാം എന്തെങ്കിലും തെളിവായിട്ടുണ്ടോ? നിന്റെ ഗ്രാമയൊക്കെ ന്യൂമറോളജി കറക്റ്റായിട്ടുള്ള ന്യൂമറോളജി മാറത്തില്ല. മാളവിക ഡി ചന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ മാളവിക ഡി എന്ന് തന്നെ ഇടണമായിരുന്നു. നീയപ്പം 3 കള്ളനാണ്. നിന്റെ കൂലി കണ്ടാലേ അറിയാം നീ കള്ളനാണ്. നിന്റെ കാക്ക നോട്ടം അതിനപ്പുറത്തെ കള്ളന്റെ കാക്ക നോട്ടം.
അത് നമ്മുടെ കൊച്ചിയിൽ മാളവികാരിയെ ഇട്ടേക്ക് ഇപ്പൊ മാളവിക വിറ്റുവാക്കി. അവനെ നമ്മൾ ബന്ധമില്ല. അവനിപ്പോ എന്റെ സ്വത്തും മുതലും വേണമെങ്കിൽ നടക്കുകയാണ്. സ്വത്തുമോ അവന്റെ ഒരു ഡിവോഴ്സിന് കൊടുത്ത ഒരു കുട്ടനെന്ന് പറഞ്ഞ ഗൾഫുകാരന്റെ ഒരു അമ്മയ്ക്ക് വരുന്നത്. അവൻ പറഞ്ഞ അവന്റെ കേസെല്ലാം വേറെ എങ്ങാണ്ട് മാറ്റിയത്. എന്നിട്ട് നിങ്ങളുടെ കേസൊക്കെ ഈ ഓഫീസിൽ നിന്ന് മാറ്റി പിന്നെ നിങ്ങളെന്താ ഇനിയിപ്പം വരുന്നത് ഇവിടെ? നേരത്തെ കേസാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവര് പറയത്തില്ല ഇവൻ ഞങ്ങൾക്ക് എന്താ നിങ്ങൾ വന്നേന്ന് പറ. നിങ്ങൾ എന്താ ഒരു സ്ഥലത്തിലുണ്ടല്ലോ, നിങ്ങളെന്താ വന്നേ ഒത്തിരി ചോദിച്ചപ്പോഴും എന്നോട് ഇതു ഇത്രയും കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തിന് അടുത്ത് തന്നെ 1 ലക്ഷം 1,20,000 കണ്ട് വാങ്ങിച്ചിരിക്കുക ഇവൻ കള്ളൻ. എന്നിട്ട് എന്താണ് വാങ്ങിച്ചത്? അവന് തേങ്ങ എന്താ അന്നും 10,000-ത്തിനടുത്ത് തേങ്ങ, വെളിച്ചെണ്ണ ഇവനെന്തുവായിരുന്നു കാശ്. പിന്നെ അമ്മ എന്തായിരുന്നു എന്താ ഇത് വാങ്ങിക്കുന്നത്. പിന്നെ ഇതിനുള്ള കാശില്ല ഏതോമാർക്കായിരുന്നു കൊടുക്കുന്നത്. ഏതോ മുച്ചൂടെ നടന്നുകൊടുക്കുന്ന ഒപ്പിച്ചിങ്ങനെ കൊടുത്തായിരുന്നു വേണ്ട പെണ്ണുങ്ങൾക്ക് എന്തായാലും. എന്റെ കൂടെ ഉള്ളവരല്ല ഇവിടെ റേപ്പ് കേസ് റൂട്ട് കേസ് ഒക്കെ ആയിട്ട് നടക്കുക. ഒരു രതീഷ് എന്നൊക്കെ പറയുന്നവന്മാർ ഇങ്ങനെ നടക്കുക. റേപ്പ് കേസൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരു സമീർ ഇവിടെ വന്ന് ആ മീൻകാലം വരെ പറഞ്ഞു കേട്ടല്ലോ. ഇവന്റെ കൂടെ ഉള്ളവന്മാരാ മഹാഗൂണ്ടകള് തെമ്മാടികൾ വന്നു മീൻകാലം വരെ പറഞ്ഞു. സമീർ സുമീർ കുറെ ഉണ്ട് അവന്മാരവിടെ. ആരും അടുപ്പിക്കാത്ത കുറെ അവന്മാരാ എന്റെ ഫ്രണ്ട്സ് കുറെ ഗൂണ്ടകൾ. രവീന്ദ്രൻ LLB പാസ്സാവാത്ത ഒരു രവീന്ദ്രൻ അവനിങ്ങനെ ചീട്ട് കളിക്കാനാണ് കായകുളം പാറത്തോട്ടേക്ക് വരുന്നത്. അവൻ ഒരു മുഴുവൻ രവീന്ദ്രൻ എന്ന് പറയുന്നൊരു ഗൂണ്ട. ഒരു കഥകളൊക്കെ ഇട്ട് ഇറങ്ങി വരും ചീട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. എന്റെ കൂട്ടുകാർ നടക്കുകയായിരുന്നു ആലപ്പുഴയിൽ. അവൻ ഹൗസ് ബോട്ടിന്റെ കാര്യമൊക്കെ ഒന്ന് പറയുന്നത്. അവൻ വേറെ ആരുടെയും കൂടെ പോയത് അറിഞ്ഞത്. പക്ഷെ ഇവിടെ കൂടെ ഒക്കെ പോയതാ ഈ ഹൗസ് ബോട്ടേലൊക്കെ കയറി ഇങ്ങനെ പറയാം. ഹൗസ് ബോട്ടും ഫുഡ് ബോട്ടും പിന്നെ നടക്കുമല്ലേ. നമ്മളെ വല്ല കണ്ടല്ലൂർ ദേശത്തും പോകുന്നില്ലെന്ന് പോയി. ഇവരെന്തോ ഇല്ല പുറകെ നടക്കുന്ന ഇങ്ങനെ മൂക്കിനകത്ത് എന്താ മുട്ട തിന്നാ ചാവുവോ? മുട്ട തിന്നാ എന്താ ഉടനെ എന്ത് ചാവുവോ? മുട്ട തിന്നുന്ന ഉടനെ നോക്കിയിരിക്കുക നമ്മുടെ വീട്ടിൽ എന്തുവാ തിന്നുന്നത്. അങ്ങനെ കുറെ ക്രിമിനൽസ് പിന്നെ ഫോണിൽ പിടിച്ചിരിക്കുക. ഇവിടുത്തെ സംസാരങ്ങൾ എന്തോ ഇതൊക്കെ നമുക്ക് ആരുടെയും വീട്ടിലെ കേൾക്കാൻ വയ്യ. അവരുടെ വീട്ടിൽ അന്യരുടെ വീട്ടിൽ എന്തോ ഉണ്ടാക്കുന്നത് നമുക്കറിയത്തില്ല. ഇവന്മാർക്ക് എങ്ങനെ അറിയാം? മുട്ട തിന്നാ ചാവുവോ? എന്താ മൂക്കിനകത്തോട്ട് പുകയടിക്കുന്ന പറയമാര്. എതിരാളികൾക്കുണ്ടായ മക്കൾക്ക് എന്ത് പറയാം, എന്ത് കമ്പേരാടിയും പറയാം. എത്ര പേരാ തള്ള ചെറിയടിച്ചത്. പാട്ടുപിള്ളേ ഇന്നൂന്നി എല്ലാം വെളിയടിച്ച മക്കളാ ഉള്ളത്. അവരാ ഇവിടെ വന്ന് നിങ്ങൾ ഭക്ഷണം വിളിച്ച് പറയുമായിരുന്നു അങ്ങനെയൊക്കെ സ്വന്തമാരാണ് ഇന്നൂന്നി പാട്ടിട്ടൊക്കെയാണ്. അവരെ വിളിച്ച് പറയുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ നമുക്കറിയാം ഞങ്ങളുടെ തന്റെ ഇതിന്റെയൊക്കെ തന്റെ ആരാന്നുള്ളത്. പാട്ടുപിള്ളേ മുന്നേറ്റയാണെന്നുള്ളത്. അതിനൊന്നും അറിയത്തില്ല. ഞങ്ങളറിയില്ല. ഞങ്ങളുടെ ഇവിടെ വന്നിട്ടില്ല.